കുംഭമേളയുടെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഒരു ശൈശവാവസ്ഥയിലെ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്ത ആരൊക്കെയൊക്കെ ഉണ്ടോ അവരൊക്കെ കുടുങ്ങിയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ വിവാഹം നടത്തി കൊടുക്കാൻ വ്യഗ്രത കാട്ടിയവർ അത് കേരളത്തിലുള്ളവരാണ്. അത് ആ കുട്ടിയോട് ചെയ്ത കൊടും ക്രൂരത തന്നെയാണ്. ഡിസംബറിൽ 15 വയസ്സ് കഴിഞ്ഞ് അത് മാത്രം പ്രായമായ ഒരു കുട്ടിയെ വിവാഹം ചെയ്ത ആളും വിവാഹത്തിന് കൂട്ടുനിന്നവരും എല്ലാം പോക്സോ കേസിലെ പ്രതികളാകാൻ പോവുകയാണ്. നിയമം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ എന്നാണ് ഇപ്പോൾ CPIയിലെ വിനോദൻ മാഷ് അടക്കമുള്ളവർ ധൈര്യപൂർവ്വം പറയുന്നത്. ഇനി ആ കുട്ടിയിലേക്ക് വരാം. കുട്ടിയുടെ പ്രായവും വിവാഹം കഴിക്കുന്ന ആളുടെ പശ്ചാത്തലവും കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട ബാധ്യത വിവാഹം നടത്തി കൊടുത്തവർക്കുണ്ട്. അവരത് ഏറ്റെടുത്തില്ല. അത് ഗുരുതരമായ തെറ്റാണ്. 18 വയസ്സായി തെളിയിക്കുന്ന രേഖ കാണിച്ചു എന്നും അതുകൊണ്ടാണ് അബദ്ധം പറ്റിയതെന്നും ഒരു വാദം ഇപ്പോൾ CPMന്റെ നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതൊരു അബദ്ധമല്ല. ആ കുട്ടി പഠിക്കുകയും സ്വന്തം കയ്യിൽ നിൽക്കാൻ പ്രാപ്തിയായും ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു 18 വയസ്സിന് ശേഷം എന്തെങ്കിലും ഒരു സംഭവമാണ് കേരളത്തിലെ ഈ നേതാക്കൾ കാട്ടിക്കൊടുത്തിരുന്നെങ്കിൽ അതിനൊരു മാന്യത ഉണ്ടായിരുന്നേ. MV ഗോവിന്ദൻ, ശിവൻകുട്ടി, റഹീം ഇവരെല്ലാം ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തകരാണ്. ആരെങ്കിലും ഒരു ക്യാമറയുമായി വന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ, സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകും എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാൻ മാത്രം മണ്ടന്മാരാണോ നിങ്ങൾ? ഇപ്പോൾ പഴി മൊത്തം തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസിനാണ്. തമ്പാനൂർ പോലീസിലാണ് ആ കുട്ടിയുടെ പിതാവും ആ പെൺകുട്ടിയുടെ പിതാവും പെൺകുട്ടിയും പരാതിയുമായി ചെന്നതും അതിനുശേഷമുള്ള സംഭവം ഈ വിവാഹം നടത്തി കൊടുത്തു എന്നതാണ്. ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയോ ഒളിച്ചോടുകയോ ചെയ്യാതെ പറ്റിയ തെറ്റ് ഏറ്റു പറയാനെങ്കിലും ഇനിയെങ്കിലും CPMന്റെ ഈ വിവാഹ നടത്തിപ്പുകാർ തയ്യാറാകണം. അമ്മാവനും ശേഷാരനും അനന്തരവനും ഗുമസ്തനും സമുദായ നേതാവും ഒക്കെ കൊടുക്കും. കാരണം എന്താണെന്നറിയോ? ഇതൊരു ശൈശവ വിവാഹമാണ്. രാജഭരണത്തെ കടുത്ത രീതിയിൽ രാജഭരണകാലത്തെ ജീവിതത്തെയൊക്കെ കടുത്ത ഭാഷയിൽ എതിർത്തിരുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ രാജഭരണത്തിൽ നിന്നും നാട്ടുരാജ്യങ്ങൾ സംസ്ഥാനങ്ങളായി മാറുന്ന അവസ്ഥയിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അവിടെ അധികാരത്തിൽ ഏറിയത് EMS നമ്പൂതിരിപ്പാടിന്റെ സർക്കാരാണ്. രാജവ്യവസ്ഥയ്ക്ക് അടുത്തുകൊണ്ട് നൽകി അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട EMS സർക്കാർ പിന്നീട് അതിനുശേഷം വന്ന മറ്റ് ഇടത് സർക്കാരുകൾ, ഒപ്പം വലത് സർക്കാരുകൾ, ഇവിടെയൊക്കെ ഇങ്ങനൊരു ശൈശവവിവാഹം നടത്തിക്കൊടുത്ത വാർത്ത കേട്ടിട്ടേ ഇല്ല. എന്തിനായിരുന്നു? ഇതാണ് സോഷ്യൽ മീഡിയയുടെ പവർ. സോഷ്യൽ മീഡിയയിൽ ആളാകാൻ വേണ്ടി തന്നെയാണ് MV ഗോവിന്ദനും മന്ത്രി ശിവൻകുട്ടിയും പിന്നെ റഹീം ഒക്കെ ചേർന്ന് ഈ വിവാഹം നടത്തി കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഹിന്ദു മതത്തിൽപ്പെട്ടവരുടെ മാത്രമേ ഒരു വിവാഹത്തിൽ വെച്ച് നടത്തി കൊടുക്കാവൂ എന്ന് ഹിന്ദു മാരേജ് ആക്ടിൽ വ്യവസ്ഥയുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാനാകട്ടെ ഒരു മുസ്ലിം സമുദായക്കാരനാണ്. അങ്ങനെ വരുമ്പോൾ അത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരിക്കും ആ വിവാഹം നടക്കേണ്ടത്. പിന്നെ ഇപ്പോൾ പഴി മൊത്തം തമ്പാനൂർ പോലീസിനാണ്. എന്താണ്? തമ്പാനൂർ പോലീസ് ഇടപെട്ട് ഈ വിവാഹം നടത്തി കൊടുത്തു. CPM നേതാക്കൾ പറയുന്നത് തമ്പാനൂർ സ്റ്റേഷനിലെ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു. അതിൽ ഒരു തെറ്റുമില്ല, എല്ലാം വളരെ കൃത്യമാണ്. 18 വയസ്സ് പൂർത്തിയായി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെ വിവാഹം ചെയ്ത് അയക്കാം. അതാണ് മാന്യത, അതാണ് കേരളം. അങ്ങനെ ഒരു വികസനത്തിന്റെ അല്ലെങ്കിൽ ഒരു കേരള ഡയറി തുറന്നു വെച്ചു റഹീമും ശിവൻകുട്ടിയും ഗോവിന്ദൻ മാഷും ഒക്കെ ചേർന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? എല്ലാവരും കേസിലെ പ്രതികളാണ്. ഇനിയിപ്പോൾ കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് മുന്നിൽ സംസ്ഥാന DGP നേരിട്ട് ഹാജരായിരിക്കണം. ഒരു കമ്മീഷനാണ്, ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള അധികാരമുള്ള കമ്മീഷനാണ്. അപ്പോൾ നമ്മുടെ DGP ആ കമ്മീഷന് മുന്നേ ചെന്ന് സമാധാനം പറയേണ്ടി വരും. കീഴ്തലത്തിൽ തമ്പാനൂർ സ്റ്റേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ DGP സമാധാനം ചോദിച്ചപ്പോൾ അവർക്കൊരു സമാധാനവും പറയാനില്ലായിരുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദം കൊണ്ടാണ് തങ്ങൾ കൂടുതൽ വെരിഫിക്കേഷൻ നിൽക്കാതെ 18 വയസ്സായി എന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് കണ്ട് അത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന് പോലും പരിശോധിക്കാതെ വിവാഹത്തിൽ തങ്ങൾ സംബന്ധിച്ചത്. തങ്ങൾ വിവാഹത്തിന് വേണ്ടി എല്ലാ അനുമതി നൽകിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. തമ്പാനൂർ പോലീസിന്റെ ഒരു പച്ചക്കൊടി കിട്ടിയ ശേഷമാണ് MV ഗോവിന്ദൻ AK സെന്ററിൽ നിന്നും ഈ വിവാഹം നടത്തി കൊടുക്കാൻ ഇറങ്ങി വന്നത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും ഇപ്പോഴിതാ CPI അടക്കം CPMനെ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് നിങ്ങൾ തുറന്നു പറയണമെന്ന് പറയാൻ ഒരു മടിയും കാട്ടരുതെന്നാണ് ഇപ്പോൾ CPM നൽകുന്ന ഒരു ഉപദേശം.